യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതൊരുപാട് അനുഗ്രഹത്തിനും മാറ്റത്തിനും കാരണമാകണം. പ്രത്യേകമായൊരു നിയോഗത്തോടെയാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമത്തത്തിലായിരിക്കുന്നവർ, അതിലൂടെ ജീവിതം, ഭാവി, കുടുംബം ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ വലിയ മാനസാന്തരത്തിലേക്ക് അവരുടെ ജീവിതം മാറണം. അനുഗ്രഹമുള്ള നല്ലൊരു ജീവിതം അവരൊക്കെ നയിക്കാൻ ഇടവരണം. നമ്മുടെ കുടുംബത്തിലാരും, തലമുറകളിലാരും ഈ വിധത്തിൽ തകർന്നു പോകാനോ വഴി തെറ്റിപ്പോകാനോ ഇടയാകരുത്. ആ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വിധത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിമിഷം ഇപ്പോൾ പ്രാർത്ഥിക്കുക. അങ്ങയുടെ അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ അത് ജീവിതത്തിലുള്ളതായാലും കുടുംബത്തിലുള്ളതായാലും നിലനിൽക്കുന്ന ഇരുട്ടിനെ മാറ്റി അവിടെ വെളിച്ചത്തെ കൊണ്ടുവരും. അത് ദൈവികമായൊരു വെളിച്ചമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നമുക്കാവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ കിട്ടട്ടെ. ഇന്ന് നമുക്കാവശ്യമായ എല്ലാ ദൈവിക ഇടപെടലുകളും ഇന്നുണ്ടാകട്ടെ. നമുക്കാവശ്യമായ സകല ഐശ്വര്യവും അനുഗ്രഹവും സൗഖ്യവും ഈ വചനത്തിലൂടെ കിട്ടട്ടെ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയുവാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. രണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചവർ ജീവിതത്തിൽ തോൽക്കില്ല, തകരില്ല, തോൽക്കില്ല. മാത്രമല്ല, അവരെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കും. ദൈവസന്നദ്ധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചവർ ജീവിതത്തിൽ തകരില്ല, തോൽക്കില്ല എന്നു മാത്രമല്ല, അവരെ ദൈവം പാതി വഴിക്ക് ഉപേക്ഷിക്കില്ല. അവരെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കും. ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനം അതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ഹാഗാർ. ഹാഗാറിനെയും കുഞ്ഞിനെയും അബ്രഹാം ബേർഷബ മരുഭൂമിയിലേക്ക്, മരുപ്രദേശത്ത് പറഞ്ഞുവിട്ടു. അവർ അവിടെ അലഞ്ഞു നടന്നു. അപ്പവും വെള്ളവും തീർന്നു. കുഞ്ഞു മരിക്കാറായ സാഹചര്യം, എല്ലാ സാധ്യതകളും അവസാനിച്ചൊരു സമയം അവിടെ എഴുതിയിട്ടുണ്ട്. 17-ാമത്തെ വാക്യം. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ബേർഷബ മരുപ്രദേശത്ത് കരഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു. നിങ്ങൾ എവിടെ ഇരുന്നാണ്, ഏത് സാഹചര്യം ഓർത്താണ്, എന്തിനെ ചൊല്ലിയാണ് ഇന്ന് മനസ്സ് വിഷമിക്കുന്നത്, കരയുന്നത്? അത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഹാഗാർ കരഞ്ഞു, പക്ഷെ ആ പേര് വിളിച്ചാണ് ആശ്വസിപ്പിച്ചത്. ഹാഗാർ, നീ കരയണ്ട, നീ വിഷമിക്കേണ്ട. കരയുന്നവൻ്റെ പേരറിയുന്നൊരു ദൈവമുണ്ട്. കരയുന്നവൻ്റെ സങ്കടം അറിയുന്ന മാത്രമല്ല, അവൻ്റെ പേരും അവനായിരിക്കുന്ന സ്ഥലവും
കടന്നു പോകുന്ന സിറ്റുവേഷനും അറിയുന്നൊരു ദൈവമുണ്ട്. സങ്കടത്തോടെ തകർന്നിരിക്കുന്ന ഒരാളെ തെരഞ്ഞു വരുന്നൊരു ദൈവത്തെ നിങ്ങൾ കണ്ടോ? അന്വേഷിച്ചു വരുന്നൊരു ദൈവത്തെ കണ്ടോ? നിങ്ങൾ ഏത് കാര്യത്തിലാണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളെ അന്വേഷിച്ചു വരുന്ന, തിരഞ്ഞു വരുന്നൊരു ദൈവമുണ്ട്, മറക്കരുത്. അടുത്ത ഭാഗം 18-ാമത്തെ വാക്യം, എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ തൊട്ടു പുറകിലെ ആ കൊച്ചു മരിക്കാറായി ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി അമ്മ ഒരു അമ്പെയ്ത്ത് ദൂരം മാറിയിരുന്നു എന്നൊക്കെ എഴുതിയിട്ടില്ലേ? പ്രാർത്ഥന ഉയർന്നപ്പം, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിലെത്തിയപ്പോൾ ആ കുഞ്ഞു മരിച്ചു. ബേർഷബ മരുപ്രദേശത്ത് കുഴികുത്തി ശവസംസ്കാരം നടത്തിയെന്നല്ല, എല്ലാം തകർന്നു പോയി എന്നല്ല, അവിടെ നിന്ന് ഒരു വലിയ മാറ്റം കാണുവാണ്. അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, 20-ാമത്തെ വാക്യം, ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, അവൻ വളർന്നു. വളരാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത സ്ഥലത്ത് വളർന്നു. നമ്മൾ ചിന്തിക്കത്തില്ലേ, വളരാൻ, മാറാൻ, മാനസാന്തരപ്പെടാൻ ഒരു സാഹചര്യമില്ല. സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിലും ദൈവത്തിനറിയാം ഒരാളെ വളർത്താൻ, ഒരാളെ രക്ഷപ്പെടുത്താൻ. ഇനി എഴുതിയിട്ടുണ്ട്, അവൻ സമർത്ഥനായ വില്ലാളിയായി തീർന്നു. അവിടെ ഒരു വാക്കുണ്ട്, സമർത്ഥനായ. പ്രാർത്ഥിച്ചവൻ സമർത്ഥനായി. ദൈവസന്നിധിയിൽ കരഞ്ഞവൻ ജീവിതത്തിൽ തോറ്റില്ല. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവൻ ജീവിതത്തിൽ തളർന്നില്ല. സമർത്ഥനായി, വില്ലാളിയായി, അറിയപ്പെടുന്ന ഒരാളായി, ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി. ഇതെനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ വിജയിപ്പിക്കുന്ന, സമർത്ഥനാക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ വലിയ വിലയൊന്നും കാണത്തില്ല നമ്മുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കൊക്കെ. നമ്മുടെ അവസ്ഥ കണ്ട് ഇവൻ അങ്ങനെയൊക്കെ വേണം, ഇവൻ കുറേ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ സങ്കടത്തിൽ നമ്മളെ തെരഞ്ഞു വരുന്നൊരു ദൈവമുണ്ട്. ഉറവയെ തുറന്നതുപോലെ ജീവിതത്തിൽ വഴികൾ തുറന്നു തരുന്ന ദൈവമുണ്ട്. ഞാൻ എന്തു പറഞ്ഞുകൊണ്ടായി പ്രസംഗം, ഈ ഡെയിലി ബ്ലെസ്സിങ് ആരംഭിച്ചെന്നറിയാവോ? ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവൻ ജീവിതത്തിൽ തകരില്ല, പരാജയപ്പെടില്ല, മാത്രമല്ല അവൻ ലക്ഷ്യത്തിലെത്തും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും കേൾക്ക്. നിങ്ങൾ ജീവിതത്തിൽ തകരില്ല. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും, പ്രതിസന്ധികളുണ്ടായെന്ന് വരും, വലിയ ഭാരം അനുഭവിക്കുന്ന സാഹചര്യം വരും, ടെൻഷൻ അനുഭവിക്കുന്ന സാഹചര്യം വരും. പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ദൈവസന്നിധിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണോ? വചനം കേട്ട് വിശ്വസിക്കുന്ന ഒരാളാണോ? നിങ്ങളെ വളർത്താനുള്ള ദൈവ പദ്ധതി ഉണ്ട്. നിങ്ങളെ സമർത്ഥനാക്കും. ഈ നിലവിലെ സാഹചര്യങ്ങൾ മാറി ജീവിതം അനുഗ്രഹമായിക്കോളും. വിശ്വസിച്ചത് പറ. നിലവിലെ സാഹചര്യങ്ങൾ മാറി അനുഗ്രഹമാവും. നിലവിലെ എൻ്റെ സാഹചര്യങ്ങൾ മാറി എൻ്റെ ജീവിതം അനുഗ്രഹമാവും. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ മാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മദ്യപാനത്തിൽ, ലഹരി വസ്തുക്കൾ അടിമത്തത്തിൽ നിന്നൊക്കെ വിമോചനം സംഭവിക്കാനാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുവാണ് പ്രിയപ്പെട്ടവരെ. +1, +2, SLC പരീക്ഷയെല്ലാം കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എന്ത് കോഴ്സ് എടുത്ത് പഠിക്കും, എന്ത് പഠിക്കും എന്നൊക്കെ ആഗ്രഹിച്ച് ടെൻഷനായിരിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ എഴുത്തിലൂടെ എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എഴുത്തിലൂടെയോ ഒക്കെ അറിയിക്കുക. അപ്പോൾ അവരുടെ പേരും
എന്തൊക്കെ എടുക്കാനാണ്, എന്തൊക്കെ എടുത്ത് പഠിക്കാനാണ് ആഗ്രഹം? ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം കൺഫ്യൂഷനൊക്കെ മാറി എന്താ യഥാർത്ഥ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ, കറക്റ്റ് ജീവിതം പോകേണ്ട വഴിയിലൂടെ പോകാൻ ദൈവം സഹായിക്കും. അതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വ്യാഴാഴ്ചയാണ്. നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരനുഗ്രഹമാണ്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് മുടങ്ങണ്ട, അതൊരനുഗ്രഹമായിട്ട് മാറും. കുറച്ച് സമയമല്ലേ ഉള്ളൂ, നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ. അത് ഉപകാരമാണ്, ഒരനുഗ്രഹമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും വ്യക്തിപരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവനാമത്തിൽ ദൈവവചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാവിധ ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, അസൂയയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഞങ്ങളെ സഹായിക്കണമേ. നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നിലവിലെ സാഹചര്യങ്ങളൊക്കെ മാറും, മാറ്റവും മാനസാന്തരങ്ങളൊക്കെ സംഭവിക്കും. ആ തെറ്റുകൾ തിരുത്തി പുതിയ ജീവിതത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തും. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വരും. അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഭാഗ്യം തരും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ വചനങ്ങളൊക്കെ കുറച്ചു പേരല്ല, ഇനിയും ഒരുപാട് പേർ കേൾക്കാനുണ്ട്, ഒരുപാട് പേർ അറിയാനുണ്ട്, ഒരുപാട് പേർക്ക് വചനത്തിൻ്റെ ആഴം കിട്ടാനുണ്ട്. അറിയാത്തവരിലേക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ എത്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 തന്നെ ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മൾക്ക് ഭാഗ്യവും അവസരവും തരട്ടെ. കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.